വാസുദേവായ. ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ നമ്മളിപ്പം ഏകാദശ സ്കന്ധത്തിലെ ആശയത്തെക്കുറിച്ചിട്ടാണ് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആറാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങളിൽ നിന്നാണ് ആശയത്തെ നമ്മൾ വിശകലനം ചെയ്യുന്നത്. പദാർത്ഥാഭാവനി എന്ന് പറയുന്ന യോഗഭൂമികയാണ് ആറാമത്തെ ദിവസത്തിലെ യോഗഭൂമികകളായിട്ട് വരുന്നത്. അതായത് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, സ്വബോധം, ആത്മാവ്, ഇങ്ങനെയാണ് വാസ്തവത്തിൽ ആത്മീയതയിലേക്കുള്ള യാത്രയിലെ പടവുകൾ അല്ലെങ്കിൽ പടികൾ. അപ്പോൾ ഈ പദാർത്ഥാഭാവനി എന്ന് പറയുന്നത് ബുദ്ധി മാത്രം പ്രവർത്തിക്കുന്ന സ്ഥിതിവിശേഷമാണ്. മനസ്സ് ശുദ്ധമായ മനസ്സിൽ ഈശ്വരീയമായ ആത്മപ്രകാശം അത് മാത്രം സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് പദാർത്ഥാഭാവനി. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ജീവന്മാർക്ക് ഉയരുവാൻ സാധിക്കണമെങ്കിൽ ജ്ഞാനം സ്വബോധമായി ഉറയ്ക്കുക തന്നെ ചെയ്യണം. ജ്ഞാനം സ്വബോധമാകുവാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഈ 11ാമത്തെ സ്കന്ധത്തിലെ ആശയത്തിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നവയോഗികളും നിമിചക്രവർത്തിയുമായുണ്ടായ സംവാദത്തെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൽ നിന്ന് നമുക്ക് ഭാഗവത ധർമ്മം, ചതുർയുഗ സാധന, അത് പ്രകാരം ഈ കലിയുഗത്തിങ്കൽ അല്ലെങ്കിൽ വർത്തമാന കാലത്തിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഈ നാരദ മഹർഷി നമ്മുടെ വസുദേവർക്ക് വേണ്ടിയിട്ടാണ് ത്രേതായുഗത്തിങ്കൽ സംഭവിച്ചതായ സംവാദത്തെ ഉപദേശിച്ചത്. അങ്ങനെ നാരദ മഹർഷി വസുദേവരെ അനുഗ്രഹിച്ച് അതിഥി മന്ദിരത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. പിന്നീട് ഒരു ദിവസം ഭഗവാൻ ഏകാന്തത്തിൽ ദ്വാരക രാജധാനിയുടെ പരിസരത്തിരിക്കുന്ന സന്ദർഭത്തിങ്കിൽ അതിന്റെ ഉപരിമണ്ഡലത്തില് വിശാലമായ ആകാശത്തിൽ ബ്രഹ്മാവും രുദ്രാദികൾ, വിഷ്ണു മുതലായ ദേവശ്രേഷ്ഠന്മാരെല്ലാം വരികയുണ്ടായി. അവരെല്ലാവരും കൂടി സ്തുതിപ്രിയനായ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. സ്തുതിയെ ശ്രവിച്ച ശ്രീകൃഷ്ണ പരമാത്മാവ് അത്യന്തം ആഹ്ലാദചിത്തനായിട്ട് തീരുകയും ചെയ്തു. സത്യത്തിൽ ഭഗവാനെ ആഹ്ലാദത്തിന് അന്യമായ യാതൊന്നിന്റെ ആവശ്യമില്ലെങ്കിൽ കൂടിയും ഇവിടെ സഹസ്രാദി നാമങ്ങൾ ജപിക്കുന്ന ഭക്തന്മാർക്ക് ആ സ്തുതിയുടെ ഒരു പ്രയോജനം ബോധ്യപ്പെടുത്തുവാൻ കൂടി വേണ്ടിയാണ് ഭഗവാൻ സ്തുതിയിൽ പ്രീതനാകുന്നു, സന്തോഷിക്കുന്നു എന്നൊക്കെ പറയുന്നത്. കാരണം സ്തുതിക്കുന്ന സന്ദർഭത്തില് നമുക്ക് നമ്മുടെ മഹിമയെ, ആത്മാവിന്റെ അപാര മഹിമയെ അറിയുവാനും അറിഞ്ഞതിനെ ഓർക്കുവാനുമുള്ള ഒരു സുവർണ അവസരമാണ്
കൈവരുന്നത്. ആയിരിക്കട്ടെ. അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? സ്തുതിയെല്ലാം കേട്ടപ്പോ വിജനമായൊരു സ്ഥലത്തിൽ ചെന്നിട്ട് ആ ദേവന്മാർക്കെല്ലാവർക്കും അവര് അഭിമുഖം ആയി നിന്ന് ദർശനം കൊടുത്ത് കുശലപ്രശ്നത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വളരെ നേരം ദേവാദി ഗണങ്ങളും അപ്രമേയങ്ങളും പരമദിവ്യങ്ങളുമായ മഹിമകളെ ഉള്ളത് ഒതുക്കിക്കൊണ്ട് മനുഷ്യനാട്ടത്തിൽ ജീവിതം തുടരുന്ന ഭഗവാനെ ദിവ്യ സ്തോത്രങ്ങളെ കൊണ്ട് വീണ്ടും 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 സ്തുതിച്ചുകൊണ്ടിരിക്കണം. അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചു വരുന്ന ഭഗവാൻ അവരോട് കാര്യം അന്വേഷിച്ചു. അല്ല, ഇത് എന്താ പതിവില്ലാതെ എല്ലാവരും കൂടി ഓരോരുത്തരായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഓരോ സമൂഹമായിട്ട് വരാറുണ്ട്, എല്ലാ സമൂഹവും കൂടി ഒരുമിച്ച് ഇവിടെ എന്നതിന്റെ ഉദ്ദേശം ഒന്നും അറിയാത്തവനെ പോലെ ഭഗവാൻ അന്വേഷിച്ചു. അപ്പോൾ അതിനെ പരബ്രഹ്മപിതാവായ ബ്രഹ്മദേവൻ മറുപടി പറഞ്ഞു. അപ്പൊ പരബ്രഹ്മപിതാവാരാണ്? ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ മറുപടി പറയുകയാണ്, പണ്ട് ഞങ്ങളുടെ അപേക്ഷപ്രകാരം അങ്ങ് ഈ ഇഹലോകത്തിൽ, ഈ ഭൂലോകത്തിൽ അവതരിച്ചു. എന്തെല്ലാം ദേവസമൂഹത്തിനും മാനവകുലത്തിനും ചെയ്തു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിച്ചുവോ പ്രാർത്ഥിച്ചുവോ അത് മുഴുവൻ അവിടുന്ന് നൽകി അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങൾ ആവശ്യപ്പെടാത്തതും അപേക്ഷിക്കാത്തതും പ്രാർത്ഥിക്കാത്തതും കൂടി അവിടുന്ന് നിർവഹിച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നെയോ ഇപ്പോൾ ഭൂലോകത്തിലെ അധർമ്മവും അതുപോലെ അധർമ്മികളായിരിക്കുന്ന അസുരന്മാരും ക്ഷയിക്കുകയും ധർമ്മവും ധാർമ്മികന്മാരും പുഷ്ടി പ്രാപിക്കുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവിടുത്തെ അവതാരത്തിന്റെ പ്രയോജനം ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് അവിടുത്തെ ദിവ്യമായ സ്വരൂപം ശ്രീ വൈകുണ്ഠത്തിലേക്ക് തന്നെ തിരിച്ചെഴുന്നള്ളണം. അതിനുള്ള സമയമായിരിക്കുന്നു. അതുമാത്രമല്ല, ഭഗവാൻ മനുഷ്യന്റെ ആയുസ് പരമാവധി 120 കൊല്ലമെന്നാണ് പ്രകൃതി നിയമം. ആ പ്രകൃതിയുടെ നിയമത്തെ അവതാരമാണെങ്കിലും അതിലംഘിക്കുന്നത് ഭൂഷണമാകില്ല. അവതാരത്തെയും സാധുജനങ്ങളെയും മാതൃകയാക്കിക്കൊണ്ടാണ് സംസ്കാരം, ധർമ്മം മുന്നോട്ട് പോകുന്നത്. അവിടുന്ന് എല്ലാത്തിനും അതീതനും സർവതന്ത്ര സ്വതന്ത്രനുമാണ് എന്ന് വരികയെങ്കിലും ലോകമാതൃകയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവിടുന്ന് യഥാവധി അതിന്റെ ധർമ്മം പ്രായോഗികമാക്കി കാണിച്ചു കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ട് ഇപ്പൊ എന്താണ്, അവിടുന്ന് 120 വയസ്സിന് പുറമെ ഇപ്പോ 125 കൊല്ലം അങ്ങ് അവതരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സച്ചിദാനന്ദ സ്വരൂപമായ അവിടത്തേക്ക്
പ്രകൃതി നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമല്ല എങ്കിലും മനുഷ്യൻ എന്ന നിലയ്ക്ക് അവിടുന്ന് അതിനെ മാനിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും താമസിക്കാതെ തന്നെ അവിടുന്ന് ഈ ഭൂലോകം വിട്ട് വൈകുണ്ഠ ലോകത്തിലേക്ക് എഴുന്നള്ളുവാൻ കരുണ കാണിക്കണം. ഇപ്രകാരമുള്ള ബ്രഹ്മദേവന്റെയും മറ്റ് ദേവസമൂഹത്തിന്റെയും അഭ്യർത്ഥനയെ ഭഗവാൻ നല്ലതുപോലെ ശ്രദ്ധിച്ചു. എന്നിട്ട് ഭഗവാൻ അതിനെ തിരിച്ചു മറുപടി പറയുകയാണ്. ഞാൻ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. യാദവ വംശത്തിലെ ജനസംഖ്യയും അവരുടെ ശക്തിയും ഇപ്പോൾ വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ കൂടി ഈ സന്ദർഭത്തില് സംഹരിച്ചില്ലെങ്കിൽ ഞാൻ അവരെ നിഗ്രഹിക്കാൻ വേണ്ടി പിന്നീടൊരവസരത്തിൽ അവതരിക്കേണ്ടി വരും. അതുകൂടി കഴിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം എന്ന് കരുതിയിരിക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും നാളെ അവരെല്ലാവരും സംഹരിക്കപ്പെടും. അതോടെ ഞാനും എന്റെ ഈ മനുഷ്യഭാവത്തെ വെടിഞ്ഞ് ദിവ്യസ്വരൂപം കൊണ്ട് പരമപദത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും. അതും കേട്ടപ്പോ ബ്രഹ്മാദി ദേവന്മാർക്കും വളരെ സന്തോഷമായി. അവരെല്ലാവരും കൃതകൃത്യന്മാരായി ഭഗവാനെ നമസ്കരിച്ചു. അവിടുത്തെ സുധാമഗമന സമയത്തെ അങ്ങയെ വേണ്ടതുപോലെ ആദരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണെന്നും പറഞ്ഞ് അവരെല്ലാം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഭഗവാന്റെ സുധാമഗമനത്തെ ഭാഗവതത്തിൽ എന്റെ ആചാര്യന്മാര് സ്വർഗാരോഹണം എന്നുള്ള രീതിയിലാണ് ആചരിച്ചു വരുന്നത്. വാസ്തവത്തിൽ ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ വേണ്ടിയല്ല, സുധാമഗമനമാണ്. വാസ്തവത്തിൽ ഭഗവാൻ സത്യത്തിൽ വരുന്നുമില്ല, പോകുന്നുമില്ല. സുധാമഗമനമാണ്. സ്വന്തം ധാമം എന്നുവെച്ചാൽ പരബ്രഹ്മ അവസ്ഥയിൽ തന്നെ അന്തർമുഖമാവുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ല സ്വർഗം എന്ന് പറഞ്ഞ് വൈകുണ്ഠം എന്നൊക്കെ പറഞ്ഞ ആ പ്രത്യേക ലോകത്തിലേക്കൊക്കെ പോയി എന്ന് പറയുമ്പോൾ മനുഷ്യർ ലോകത്തിലെ ധർമ്മം ഒക്കെ ചെയ്ത് ജീവിക്കുന്നത് വൈകുണ്ഠത്തിലേക്കും അതുപോലെ സ്വർഗത്തിലേക്കും അങ്ങനെയൊക്കെയുള്ള ലോകങ്ങളിലേക്ക് പോകാനാണ്. മോക്ഷം അല്ല, അതെ ജീവിക്കുന്നവരെ. കാരണം മോക്ഷം വാസ്തവത്തിലെ ജ്ഞാനം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത് പരിപൂർണമാകുന്നത് വരെയും ഈ ജനിമൃതി ചക്രം, ഈ സംസാരം എന്ന് പറഞ്ഞാൽ വീൽ ചക്രം കറങ്ങുന്നത്, ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും ഭഗവാന്റേത് സുധാമഗമനമാണ്. അത് സ്വർഗാരോഹണത്തെക്കാൾ ശ്രേഷ്ഠമായൊരു വസ്തുതയാണെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി ഈ സന്ദർഭത്തിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇത്രയായപ്പോഴേക്ക് എന്തായി? ദ്വാരകയിലെ നാശസൂചകങ്ങളായ പലതരത്തിലുള്ള ദുർലക്ഷണങ്ങള് ഓരോന്നായിട്ട് കാണുവാൻ തുടങ്ങി. നിമിത്തം പണ്ടുകാലത്തെ നോക്കുന്നുണ്ട് അല്ലേ? അവിടെ ദുർനിമിത്തങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങി. അത് കണ്ടപ്പോഴോ യാദവന്മാരെ വല്ലാതെ ഭയപ്പെട്ടു. അവർക്ക് മനസ്സിലായി
ബ്രഹ്മശാപത്തിന്റെ വരവാണ്. കാരണം ഗുരുവിന്റെ ശാപമാണ് ബ്രഹ്മശാപം. സനകാദി ഋഷീശ്വരന്മാരെ സാധുധർമ്മം ആചരിച്ചു പോകുന്ന അവരെ പരിഹസിക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി ചേതം ചെയ്ത ആ മുസലം കുലനാശനം എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഈ 11ാമത്തെ സ്കന്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ ശ്രമിക്കുവാൻ സാധിച്ചിട്ടുള്ളതാണ്. ആ കുലനാശകമായിരിക്കുന്ന ദുരന്തം ആഗതമായിരിക്കുന്നു എന്ന് ആ ദ്വാരകയിലെ ജനതകൾക്ക് അപ്പോൾ വ്യക്തമായി. അതിന് കാരണമായി തീർന്ന സാമ്പനെയും കൂട്ടുകാരെയും എല്ലാം ആളുകൾ വെറുക്കുകയും പഴിക്കുകയും ചെയ്തു. അകപ്പാടൊരു അകാരണമായ ഒരു വല്ലാത്ത ഭയം ദ്വാരകയിലെ കടന്നുവെത്തി. ആ ഭയം സർവ്വയാദവന്മാരെയും ബാധിച്ചു. എല്ലാ പ്രതാപത്തോടും ഐശ്വര്യത്തോടും കൂടി കഴിഞ്ഞിരുന്ന ഈ യാദവ പ്രമാണികൾക്ക് എല്ലാവർക്കും അത് ബാധിച്ചു. അങ്ങനെ ആരുടെയും മുഖത്ത് നോക്കിയാൽ എന്താണ് പണ്ടത്തെ മാതിരി ഒരു ഉന്മേഷമോ ഉത്സാഹമോ കാണാതായി. പതുക്കെ 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 എല്ലാവരുടെയും മുഖത്ത് നിരാശയും ഭയവും ആയിരിക്കാം. ഇതൊക്കെ കണ്ടും ആരോടും ഒന്നും മിണ്ടാതിരുന്ന ഭഗവാൻ ബ്രഹ്മാദിദേവന്മാർ വന്നുപോയ ശേഷം യാദവ പ്രമാണിമാരെ പ്രത്യേകം വിളിച്ചു വരുത്തി. അപ്പോഴോ ഭയ ആശങ്കകളോടുകൂടിയിട്ട് അടുത്തു വന്നു നിൽക്കുന്ന അവരെ നോക്കി ഭഗവാൻ അരുളി ചെയ്തു. ആപത് സൂചകങ്ങളായ പല ദുർലക്ഷണങ്ങളും ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? നമ്മുടെ വംശത്തിനൊട്ടാകെ ഒരു ബ്രഹ്മശാപവും വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താണ് വരാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും സത്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് നല്ലതാണ്. സത്കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ ആപത്തുകളിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വേഗത്തിന് എല്ലാവരും ഏതെങ്കിലും ഒരു തീർത്ഥക്കരയത്തിലേക്ക് പോകുന്നതാണ് ഭൂഷണം. തീർത്ഥോപവാസവും വ്രതാനുഷ്ഠാനങ്ങളും ദാനങ്ങളും മറ്റുമാകുന്ന സത്കർമ്മങ്ങളൊക്കെ ചെയ്താൽ ആപത്തുകളിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ സാധിക്കും. രക്ഷപ്രാപിക്കാൻ കഴിയാത്ത രീതിയിൽ കാഠിന്യമുള്ളതാണ് ദുരിതം എന്ന് വെച്ചാൽ അത് അനുഭവിച്ച് തന്നെ തീർക്കണം. ഇപ്പൊ ചെയ്യുന്ന ദാനധർമ്മം തപസ്സിന്റെ ഫലം പിന്നീടുള്ള ജന്മങ്ങളിൽ അത് ഫലവത്തായിട്ട് തീരുകയും ചെയ്യും. എന്തു തന്നെയായാലും വർത്തമാനകാലത്തിൽ ബോധപൂർവം ധർമ്മം ആചരിക്കുക തന്നെ ആണ് വിവേകിയായ ഒരു മനുഷ്യൻ ഇവിടെ ചെയ്യേണ്ടത്. അതിനാൽ പരമപാവനമായ പ്രഭാത തീർത്ഥക്കരയിലേക്ക് ഇപ്പോൾ തന്നെ എല്ലാവരും പുറപ്പെടണം. എന്നാൽ സ്ത്രീകളും കുട്ടികളും പ്രഭാതത്തിലേക്കല്ല, ശംഖോദ്വാരം എന്ന പേരുള്ള തീർത്ഥക്കരയിലേക്ക് പോകട്ടെ. ഇനിയും താമസിച്ചിരിക്കാൻ സമയമില്ല. വേഗം വേഗം എല്ലാവരും പുറപ്പെട്ടു. ഇനി ഈ ദ്വാരകയിലെ
നിങ്ങളുടെ വാസം അത് ശരിയാവില്ല, എല്ലാവരും ഒട്ടനെ പോകോളും. ഭഗവാന്റെ ഇപ്രകാരമുള്ള അനുശാസനത്തെ കേട്ട യാദവന്മാർ പൂർവാധികം ഭയചകിതന്മാരായി. അവർ വേഗത്തിൽ എല്ലാവരോടും അവിടുത്തെ നിർദ്ദേശത്തെ അറിയിച്ചു. പ്രമാണിമാരോടാണല്ലോ ഇത് പറഞ്ഞത്. അപ്പൊ പ്രമാണികള് എല്ലാ ആളുകൾക്കും വിവരത്തെ കൊടുത്തു. അങ്ങനെ എല്ലാവരും തീർത്ഥക്കരയിലേക്ക് പുറപ്പെടുവാനുള്ള ശ്രമമായി. ആ സമയത്താണ് ഈ സംരംഭങ്ങളെല്ലാം നോക്കിക്കണ്ടു നിന്നിരുന്ന പരമഭാഗവതോത്തമനായ ഉദ്ധവൻ ആകപ്പാടെ പരിഭ്രമത്തോടുകൂടി ഭഗവാനെ സമീപിച്ചു. പരിഭ്രാന്തനായ ഉദ്ധവൻ ഭഗവാന്റെ അടുത്തെത്തിയതോടെ അടക്കാൻ കഴിയാതെ തള്ളിക്കയറുന്ന വികാരം കൊണ്ട് ആവിഷ്ടനായിട്ട് പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എഴുന്നേറ്റു. ധാരധാരയായിട്ടൊഴുകുന്ന കണ്ണുനീരോട് കൂടിയിട്ട് ഭഗവാനോട് പറയുവാൻ തുടങ്ങി. എല്ലാറ്റിനും കഴിവുള്ള സർവശക്തനും എല്ലാറ്റിന്റെയും അറിവുള്ള സർവജ്ഞനുമായ അവിടുന്ന് തുച്ഛമായ ഒരു ബ്രഹ്മശാപത്തിന്റെ പേരും പറഞ്ഞ് ഇപ്പോൾ വംശം നശിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്നും അന്തർധാനം ചെയ്യാനുള്ളൊരു സൂത്ര പണിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ ബ്രഹ്മശാപവും മറ്റും അങ്ങേക്കൊരു കാര്യമാണോ? അങ്ങ് സ്മരിച്ചാൽ തന്നെ ബ്രഹ്മശാപമെല്ലാം തന്നെ നശിച്ചു പോവില്ലേ? എന്നിട്ടും ദൗർബല്യത്തെ അഭിനയിച്ചുകൊണ്ട് ബ്രഹ്മശാപമാകുന്ന കാലാഗ്നിക്ക് വംശത്തെ മുഴുവൻ വിധേയമാക്കി തീർക്കുന്നത് അവിടുത്തെ ഇച്ഛ ഇപ്പോൾ അതായതുകൊണ്ട് മാത്രമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അവിടുത്തെ ഇച്ഛയാണ്. അവിടുത്തെ ഇച്ഛ ഒന്നും മറിച്ചായിരുന്നുവെങ്കിൽ ഈ ബ്രഹ്മശാപത്തിനെയല്ല മറ്റ് എന്തിനെയാണ് ഈ യാദവ വംശത്തെ ക്ഷയിപ്പിക്കാൻ, നശിപ്പിക്കാൻ, സംഹരിക്കാൻ സാധിക്കുക? എന്നാൽ അവിടുന്ന് എവിടത്തേക്കാണോ എഴുന്നള്ളുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടേക്ക് ഈ ഭട്ടിനെ കൂടി കൊണ്ടുപോകുവാൻ കാരുണ്യമുണ്ടാവണേ. ജനിച്ച നിമിഷം മുതൽ അവിടത്തെ പ്രാപിക്കുവാൻ വേണ്ടി അവിടത്തെ വേഷങ്ങളെയും അവിടത്തെ ഭാവാദികളെയും അനുകരിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവിടുത്തെ ഭക്തനാണ് ഞാൻ. എന്നെ കൂടി അവിടുന്ന് പോകുന്ന അവിടുത്തെ ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ഇത്രയും കാലം അങ്ങയെ തന്നെ സേവിച്ചും അവിടുത്തെ ഉച്ഛിഷ്ടങ്ങളായ അന്നവസ്ത്രമാല്യാദികളെ അനുഭവിച്ചും കഴിഞ്ഞുകൂടി ഈ ദാസനെ ഈ അന്ത്യസമയത്ത് അവിടുന്ന് ഉപേക്ഷിച്ചു പോകരുതേ. എന്നോട് കാരുണ്യമുണ്ടാകണേ. അവിടുന്ന് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ദാസന് മറ്റെന്താണ് വിധി? അതിനാൽ ഉപേക്ഷിക്കരുതേ. അങ്ങയോടൊപ്പം ഈ ദാസനെ കൂടി കൊണ്ടുപോകുവാൻ കാരുണ്യമുണ്ടാകണം എന്നിങ്ങനെ ഉദ്ധവൻ ദയനീയമായ വണ്ണം നിലവിളിച്ച് അപേക്ഷിച്ച സമയത്ത് ഭഗവാൻ കാരുണ്യം കൊണ്ട് അലിഞ്ഞ് ഉദ്ധവനെ നോക്കി പറയുവാൻ ആരംഭിച്ചു. ഉദ്ധവോപദേശത്തിന്റെ പൂർവ്വപീഠികയായിട്ട് നമുക്ക് നവയോഗി സംവാദത്തെ ശ്രവിക്കുവാൻ സാധിച്ചു.
ഇനി ജ്ഞാനോപദേശം, ആ ഉദ്ധവർക്ക് ഭഗവാൻ നൽകുന്ന ജ്ഞാനോപദേശം, ഉദ്ധവോപദേശം ഇതാ ഇവിടെ മുതൽ ആരംഭിക്കുവാൻ പോകുകയാണ്. അതായത് അതിന്റെ രംഗ പശ്ചാത്തലം എല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. സന്ദർഭം എല്ലാവർക്കും ഇപ്പോൾ വ്യക്തമായിരിക്കും. ഭഗവാൻ പറയുവാൻ ആരംഭിച്ചു. ഹേ ഉദ്ധവ, അങ്ങ് പറഞ്ഞതുമാതിരി ഞാൻ ഈ ലോകത്തിൽ നിന്ന് അന്തർധാനം ചെയ്യുവാൻ തീർച്ചയാക്കിയിരിക്കുകയാണ്. അങ്ങും ഇനിവിടെ താമസിക്കേണ്ട. ഞാൻ ഉപേക്ഷിച്ച ദ്വാരക നിലനിൽക്കുവാനും പോകുന്നില്ല. അത് സമുദ്രത്തിൽ മുങ്ങിപ്പോവുക തന്നെ ചെയ്യും. യാദവന്മാരൊക്കെ നാളെ നശിക്കാൻ പോകുന്നുണ്ട്. നോക്കണം, ഇത്രകാലം അവരെ രക്ഷിക്കാൻ കൂടി വേണ്ടി ആ ഭഗവാൻ യുദ്ധവും തന്ത്രവും ഒക്കെ മെനഞ്ഞത് കണ്ടില്ലേ? ആ ഭഗവാൻ തന്നെ അവരെയൊക്കെ ഇല്ലാതാക്കാനുള്ള ആ ദൗത്യവും ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ എന്താ, അധികമാരും ബാക്കിയാവുവാൻ പോകുന്നില്ല. അതിനാൽ അതിനു മുമ്പ് ഞാനെന്നും എന്റേതെന്നും തോന്നി എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് നേരെ നാരായണാശ്രമം എന്ന പ്രസിദ്ധമായ ശ്രീ ബദരികാശ്രമത്തിൽ പോയി അളകനന്ദ നദീതീരത്ത് താമസിച്ച് മുറിവ് കൂടാതെ ആത്മാനുസന്ധാനം ചെയ്ത് കൈവല്യത്തെ പ്രാപിക്കുന്നു. അതാണ് വേണ്ടത്. നോക്കൂ, ഇവിടെയാണ് ആഴത്തിലെല്ലാവരും വേണ്ടി വിചാരം ചെയ്യേണ്ടത്. ഉദ്ധവർക്ക് മുക്തി ഭഗവാൻ ഉണ്ണാ പിടിച്ചോ എന്നും പറഞ്ഞ് എടുത്ത് കൊടുക്കുകയല്ല ചെയ്യും. മുക്തിക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങള് കൊടുത്ത് അനുഗ്രഹിച്ച് എന്താ, ആ പറഞ്ഞിരിക്കുന്ന ആചാരമനുസരിച്ച് ജീവിക്കാനാണ് ആത്മാനുസന്ധാനം. ഓഹോ, അതെ, എന്താണോ ആത്മാനുസന്ധാനത്തിന് ഭഗവാൻ അല്ലെങ്കിൽ ഗുരുജനങ്ങള് ശിഷ്യരോട് ഉപദേശിച്ചു കൊടുക്കുന്ന അദ്ഭുതമായ തത്വം, രഹസ്യം, ആയതിനെ അനുസന്ധാനം ചെയ്ത് ജീവിക്കുക, അതാണ് വേണ്ടത്. അതെ, ഇപ്പൊ പലരും പറയും, എന്താണ് ഗീതയോ ഭാഗവതമോ അല്ലെങ്കിൽ ഉപനിഷത്തോ വേദമോ ഏതെങ്കിലും ഒരു ഗ്രന്ഥം എങ്ങനെയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ജ്ഞാനികളായി മോക്ഷ നിലയാണെന്നും പറഞ്ഞിട്ടാണ് ഇന്നിപ്പോ പലരും ഇവിടെ ഇങ്ങനെ എന്താ പറയുക, അട്ടഹാസങ്ങളൊക്കെ മുഴക്കി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ കൊടുത്ത ഉദ്ധവോപദേശത്തെക്കാൾ വലിയ ജ്ഞാനോപദേശം മറ്റെന്താണുള്ളത്? ആ ജ്ഞാനോപദേശം പകരുന്ന ഭഗവാൻ കൂടി എന്താ പറഞ്ഞത്? നീ പോയി പ്രയത്നിച്ച് നേടിയെടുക്കാൻ. നമ്മൾ പറഞ്ഞു ഇവിടെ ഈ 11ാമത്തെ സ്കന്ധത്തിന്റെ ആരംഭത്തിലെ നമുക്ക് എല്ലാവരും മുക്തിക്ക് അർഹരാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. ആ മുക്തിക്ക് അർഹരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം മുക്തരാകുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ തന്നെ ആത്മപരിശോധന ചെയ്യുക, സ്വയം വിചാരം ചെയ്യുക. സംതൃപ്തരാണോ? ശോകങ്ങളും മോഹങ്ങളും നിങ്ങളിൽ നിന്നും അകന്നുപോയിരിക്കുന്നു? ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുക, ആത്മാർത്ഥമായിട്ട് പറയുക. അപ്പോഴറിയാം. എവിടെ കണ്ടില്ലേ ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞത് എന്താ? എന്നും പറഞ്ഞ അനുഗ്രഹം കൊണ്ട് കൊടുത്ത് നീ മുക്തനായി, മുക്തോ ഭവ, തൃപ്തോ ഭവ, സ്വസ്ഥോ ഭവ എന്നും പറഞ്ഞിട്ട് അനുഗ്രഹം മാത്രം കൊടുത്തിട്ട് മിണ്ടാതിരിക്കുകയാണോ ചെയ്തല്ല. ഇനി പറയുവാൻ പോകുന്ന ആത്മോപദേശങ്ങളെല്ലാം നിർദ്ദേശിച്ചതിന് ശേഷം ആ കേട്ടതിനെ ഏകാന്തത്തിൽ പോയിട്ട് വിചാരം ചെയ്യാനാണ്, എന്നിട്ട് മുക്തി പ്രാപിക്കാനാണ്. അപ്പോ
ഇവിടെ ഭഗവാൻ സന്യാസധർമ്മത്തെ സാമാന്യമായിട്ട് പറഞ്ഞപ്പോൾ ഉദ്ധവരെ അതിനെ വിസ്തരിച്ച് കേൾക്കുവാനുള്ള ഇച്ഛയോട് കൂടിയിട്ട് ചോദിക്കുകയാണ്, ഭഗവാനെ, അവിടുന്ന് അരുളി ചെയ്തത് പ്രകാരം എല്ലാം ഉപേക്ഷിച്ചു പോകുക എന്നത് അത്രമാത്രം എളുപ്പമാണ്. കാരണം ഭഗവാൻ പറഞ്ഞതിന്റെ സാരം ഇതെല്ലാം ഉപേക്ഷിച്ച്, ഇപ്പോഴുള്ളതിനെയൊക്കെ ഉപേക്ഷിച്ച്, ദ്വാരകയും ഭഗവാനെ അടക്കം ഗുരുവെ അടക്കം ഉപേക്ഷിച്ച് ഏകാന്തത്തിൽ പോയിട്ട് ആത്മവിചാരം ചെയ്യുക, അത് തന്നെയാണ് സന്യാസം. അപ്പൊ ആ സന്യാസ യോഗത്തെ, ആ സന്യാസ ധർമ്മത്തെ, ബ്രഹ്മനിഷ്ഠയ്ക്ക് ആവശ്യമായിരിക്കുന്ന പരമധർമ്മത്തെയാണ് ഇപ്പൊ ഇവിടെ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത്. സംക്ഷിപ്തമായിട്ട് ആത്മവിചാരം ചെയ്ത് മുന്നോട്ട്. ഇതിങ്ങനെ കുറച്ച് കേട്ടപ്പോഴോ, ഉദ്ധവൻ ഇങ്ങനെ സംക്ഷിപ്തമായിട്ട് കേട്ടപ്പോ, കാരണം ഇത്രകാലം പരബ്രഹ്മ വസ്തുവെ കണ്ണുകൊണ്ട് കണ്ടു, അതുപോലെ സർവേന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ച് കഴിയുന്ന ഒരു പുണ്യ ആത്മാവാണ് വാസ്തവത്തിൽ ഉദ്ധവൻ. എന്നിട്ടും തൃപ്തമാകിയിട്ടില്ല. തൃപ്തമായ പിന്നീട് ഒരു ജ്ഞാനോപദേശം അല്ലെങ്കിൽ ഒരു ഉപദേശം പിന്നെ തേടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ അങ്ങനെ പറഞ്ഞപ്പോഴോ ഭഗവാനോട് ഉദ്ധവര് പറയാണ്, അവിടുന്ന് അരുളി ചെയ്ത് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. എത്രയോ കാലമായി ഞാനെന്നും എന്റേതെന്നുമുള്ള അഹന്താ മമതകളോടെ ബന്ധപ്പെട്ട വസ്തുക്കളെയും ആളുകളെയും കേവലം മറക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ മറക്കും? അങ്ങനെ തീവ്രമായൊരു വൈരാഗ്യമുണ്ടായാൽ നല്ലത് തന്നെയാണ്. പക്ഷേ അതുണ്ടാവുമോ? അതുണ്ടാക്കിയിട്ടുണ്ട് ആദ്യം. ഏതൊരു ജ്ഞാനം കൊണ്ടാണോ അങ്ങനെ തീവ്രമായൊരു വൈരാഗ്യം ഉണ്ടായിത്തീരുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്ത് ജ്ഞാനമുണ്ടായാൽ പ്രസ്തുത തീവ്ര വൈരാഗ്യമുണ്ടായിത്തീരുമോ ആ ജ്ഞാനത്തെ കൂടെ അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്. അതാണ് ചോദ്യം. ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ ഉടനീളം ഇവിടങ്ങളിലായിട്ട് നമുക്ക് ശ്രമിക്കാൻ സാധിച്ചു. ഭാഗവത പുരാണത്തിന്റെ സാരം, തത്വം, താല്പര്യം എന്താണ്? ഭക്തിജ്ഞാന വൈരാഗ്യത്തോടുകൂടിയ വിവേകം എങ്ങനെയാണ് ഉണ്ടാവുക? കാരണം ഭക്തിജ്ഞാന വൈരാഗ്യത്തോടുകൂടിയ വിവേകം ഒന്നുകൊണ്ട് മാത്രമേ മോക്ഷം, ആത്മസംതൃപ്തി അനുഭവവേദ്യമാവുകയുള്ളൂ. അല്ലാതെ വെറും ഭക്തി ഉണ്ടായതുകൊണ്ടോ, വെറും ജ്ഞാനമുണ്ടായതുകൊണ്ടോ, വെറും വൈരാഗ്യമുണ്ടായതുകൊണ്ടോ വ്യക്തി പൂർണ്ണത പ്രാപിക്കുകയില്ല. യോഗത്രയമായ ഭക്തിവിജ്ഞാന വൈരാഗ്യത്തോടുകൂടിയ വിവേകം, തിരിച്ചറിവ്, അവബോധം, ശുദ്ധബോധം, അത് ദീർഘമാകാത്തിടത്തോളം കാലം മർത്യജന്മം പൂർണ്ണമാവുകയില്ല. ഉദ്ധവന്റെ ഈ പ്രാർത്ഥനയെ കേട്ടപ്പോഴോ ഭഗവാൻ കാരുണ്യത്തോടും കൊണ്ടുവണ്ണം ഉപദേശിക്കുവാൻ ആരംഭിച്ചു. ഉദ്ധവ, ഇവിടെ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും മനസ്സുകൊണ്ട് വിചാരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും, വസ്തുക്കളും കേവലം ഇല്ലാത്തതാണ്. അവ ഇല്ലാത്തതാണെന്നൊരാൾക്ക് ബോധ്യം വന്നാൽ പിന്നെ എന്തിലാണ് ബന്ധമുണ്ടാകും? ഇല്ലാത്തതൊക്കെ ഉള്ളതായി തോന്നുന്നത് കൊണ്ടാണ് ഇല്ലാത്ത ബന്ധമുണ്ടായിരിക്കുന്നത്. അവിചാര സുന്ദരം. വിചാരം ചെയ്യാത്തവർക്കാണ് ഈ ലോകം സുന്ദരമായിട്ടിരിക്കുന്നത്. ഈ സംസാരം ഇവിടുത്തെ പദാർത്ഥങ്ങളുടെ ലാഭവും നഷ്ടവും, അതിലുണ്ടാകുന്ന സുഖദുഃഖങ്ങള് വാസ്തവത്തില് എന്താണ്? അർത്ഥശൂന്യമാണ്, ഇല്ലാത്തതാണ്. അത് വിചാരം ചെയ്യാത്തവരെ സംബന്ധിച്ചിട്ടാണ് ഉള്ളതായിട്ടിരിക്കുന്നത്. അപ്പൊ ഇല്ലാത്തതിനെ ഇല്ലാത്തതായി തന്നെ കണ്ടാൽ പിന്നെ എന്താണ് ഉദ്ധവ ബന്ധമുണ്ടാകുക? ജിജ്ഞാസവും വിചാരശീലനുമായ ഒരാൾക്ക് താൻ തന്നെയാണ് ഗുരു. ഇപ്പൊ ലോകത്തിലുള്ള കാര്യങ്ങളെ വിചാരം ചെയ്ത് തന്റെ അനുഭവത്തോട് കൂട്ടി യോജിപ്പിക്കുമ്പോൾ
അറിയാൻ കഴിയാത്തതായിട്ടൊന്നും ഉണ്ടാവുകയില്ല. അതിന് ഞാനൊരു കഥ പറയാം എന്നും പറഞ്ഞ് ഭഗവാൻ അവധൂതയത് സംവാദം പറയുവാനായിട്ട് ആരംഭിക്കുകയാണ്. ഇവിടെയാണ് ആ അവധൂതയോഗിയുടെ 24 ഗുരുക്കന്മാരുടെ ഉപദേശം ആരംഭിക്കുവാൻ പോകുന്നത്. ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ നിന്നും നമുക്ക് പരമശാന്തിയും ദുഃഖനിവൃത്തിയും അനുഭവവേദ്യമാകണമെങ്കിൽ അത് വെറും അറിഞ്ഞതുകൊണ്ട് മാത്രം സാധ്യമല്ലെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. മനസ്സിലാക്കിയിരിക്കുന്ന ധർമ്മത്തെ എന്താണ്? ആത്മവിചാരം ചെയ്ത് അതിനെ ഉറപ്പിക്കണം. ഈശ്വരന്റെ മൂലമന്ത്രം ജപിച്ചുകൊണ്ടും ഈശ്വരന്റെ സ്വരൂപം ധ്യാനിച്ചുകൊണ്ടും ചെയ്യുന്ന ധർമ്മമെല്ലാം ഈശ്വര പൂജയാണെന്നുള്ള രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഈ ഭാഗവത ധ്യാനമാകുന്ന ആത്മപ്രഭാഷണവും സഫലമായിട്ട് തീരും. ഇത് ഞാൻ എന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇവിടെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ, ആ പുണ്യം ആരെങ്കിലും പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരമഹിമ മാത്രം. ഏതായാലും നമുക്ക് ആ 24 ഗുരുക്കന്മാരുടെ കഥയെ ശ്രവിക്കുവാൻ ആരംഭിക്കാം.